എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Seven of Wands, Nine of Wands, Queen of Pentacles, Justice energy, the Lovers, Knight of Wands. സെവൻ ഓഫ് വോൺസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് മൈൻഡിൽ എന്തൊക്കെയോ സംഘർഷങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു മാസം ആ ഒരു സംഘർഷങ്ങൾ അതിനെ അതിജീവിക്കാനുള്ള കുറച്ച് മാർഗങ്ങൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റഡ് ആവുക, ആത്മീയതയിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ മനസ്സ് എപ്പോഴും അലഞ്ഞു തിരിഞ്ഞത് അല്ലെങ്കിൽ കാട് കയറി പോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സ് കാട് കയറി പോവുകയും അലഞ്ഞു തിരികുകയും ചെയ്യുമ്പോഴാണ് പല വഴികളിലും പല ചിന്തകളും പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ വളരെയധികം ഫോക്കസും കോൺസെൻട്രേഷനും നിങ്ങൾക്ക് വളരെയധികം നഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ യോഗ പോലുള്ള കാര്യങ്ങളോ മെഡിറ്റേഷനോ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുമെന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു ലോ വൈബാണ് നിങ്ങളുടെ ലോ വൈബ്. ആ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റിയാണ് ഉണ്ടാകുന്നത്. ആ സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ചിന്തകൾ കാട് കയറി പോവും. അതുപോലെ സംസാരം, ദേഷ്യം, വാശി, മറ്റുള്ളവരോടുള്ള എടുത്തുചാടുള്ള സംസാരങ്ങൾ, പ്രവൃത്തികളൊക്കെ നിങ്ങളുടെ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. സോ ഇത് നിങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് അതിലേക്ക് പോകാതിരിക്കുക. അതേപോലെ തന്നെ ഒത്തിരി നെഗറ്റീവ് പെസിമിസ്റ്റിക് ആയിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ സ്വയം തന്നെ നെഗറ്റീവാണ്. സെൽഫ് ക്രിറ്റിസിസം വളരെ കൂടുതലാണ്. നിങ്ങൾ തന്നെ നിങ്ങളെ വിമർശിക്കുന്നുണ്ടാവും. സ്വയം വിമർശിക്കുന്ന ഒരു രീതിയാണ്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് അതായത് മറ്റുള്ളവർ നിങ്ങളോട് നെഗറ്റീവായിട്ട് പറയുന്ന കാര്യം നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്തൊക്കെ നിങ്ങളെ കൊണ്ട് അത് പറ്റില്ല എന്ന് അത് നടക്കും തോന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അത് മനസ്സിലെടുക്കുകയും ചെയ്യും. അവർ പറയുന്ന അപ്പാടെ വിശ്വസിക്കുകയും ചെയ്യും. കാരണം അത് നിങ്ങൾക്ക് പറ്റില്ല, നടക്കില്ല എന്നുള്ളത്. സ്വന്തം ഒരു വാല്യൂ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ സംഘർഷം നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ആത്മീയമായിട്ടുള്ള കാര്യം യോഗ പ്രാക്ടീസ് ചെയ്യുക, പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ ചെയ്യാവുന്നതാണ്. മെഡിറ്റേഷൻ ചെയ്യാം. അതേപോലെ അവസാനം നമ്മൾ ഏത് ദേവതയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അതുപോലെ ചെയ്യാം. നൈൻ ഓഫ് വോൺസ് എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട്. ചില വ്യക്തികളുടെ പ്രഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രഭാവമായിരിക്കാം നിങ്ങളുടെ ഈ ഒരു മാനസിക സംഘർഷത്തിന് കാരണം. ചില ആളുകളെ സംബന്ധിച്ച്, എല്ലാവരിലും അതല്ല കേട്ടോ, ചില ആളുകൾ അനാവശ്യമായിട്ട് ഓവർ തിങ്കിങ് കൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യമാണ്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോ സുഹൃത്ത് എന്ന് നിങ്ങൾ കരുതുന്ന വ്യക്തികൾ, സുഹൃത്തുക്കൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതോ ബന്ധുക്കൾ എന്ന് പറയുന്നവര് അവര് നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളൊക്കെ അവരുടെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവർ അവോയ്ഡ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ കൂടണം, അവരുടെ കൂട്ടത്തിൽ പോകണം എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വാലിഡേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഒന്ന് അവർ പറയണം അത് നിങ്ങൾ വളരെ നന്നായിട്ട് അത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ അതാണ്. മറ്റുള്ളവരെ നിങ്ങളോട് അപ്രീഷിയേറ്റ് ചെയ്യണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ ഇത് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജോലിയുള്ളവരാണെങ്കിൽ ജോലിയിൽ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് നിങ്ങളുടെ ഫാമിലി ആണെങ്കിൽ ഫാമിലിയിൽ ശ്രദ്ധിക്കുക. ഈ പറയുന്ന ബന്ധുക്കളോ ബന്ധങ്ങളോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്താൽ അത് നന്നായി എന്നോ അല്ലെങ്കിൽ അങ്ങനെ അപ്രീസിയേഷന്റെ ആവശ്യമില്ല.
തൽക്കാലം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ജോലിയുള്ളവർ ജോലിയിൽ, അല്ലാത്തവർ നിങ്ങളുടെ പ്രയോറിറ്റി ഫാമിലിയാണോ എന്താണ്, കലയാണോ എന്താണെങ്കിലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുക. ഇതിനെക്കുറിച്ചിട്ട് പൂർണ്ണമായിട്ടും മറക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുകയും നിങ്ങൾ കൂട്ടത്തിൽ നിങ്ങളെ കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് അവരോട് പറയുകയും ചെയ്യുമ്പോൾ അവരവിടെ ജയിക്കുകയാണ് ചെയ്യുന്നത്, അവര് സന്തോഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയാം. ആ ഒരു സന്തോഷം അവർക്ക് കൊടുക്കാതിരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. മറ്റുള്ളവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കാൻ അർഹതപ്പെട്ടവരല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വരിക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒത്തിരി സ്ട്രെസ്ഡ് ആവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. നിങ്ങൾ ഒരു ഒറ്റയാൾ പട്ടാളം എന്നുള്ള രീതിയിൽ ഇപ്പോൾ പറയാം. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പൊരുതി നിങ്ങൾക്ക് കാര്യങ്ങൾ നേടാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്നുകിൽ നിങ്ങൾ സിംഗിൾ പാരന്റ്സ് ആയിട്ട് ഒറ്റയ്ക്ക് കുട്ടികളെ വളർത്തുന്ന അച്ഛനോ അമ്മയോ ആവാം. അതല്ല എങ്കിൽ ഈ പറയുന്ന ഫാമിലിയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. പക്ഷെ നിങ്ങളുടെ ചില ബന്ധുക്കളോ ചില സുഹൃത്തുക്കളോ അവരൊന്നും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്ത പോലെയുള്ള ഫീലിംഗ് അത് നിങ്ങളെ അലട്ടുന്നുണ്ടാവും. അങ്ങനെയുള്ളവർ ചിന്തിക്കുക, നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സപ്പോർട്ടായിട്ട് എപ്പോഴും നിങ്ങളുടെ ഫാമിലി ഉണ്ട്, അത് മതി. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും മേഖലയിൽ മറ്റേതെങ്കിലും ആളുകൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്ന ആള് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആരെങ്കിലും ഒക്കെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു അപ്രിസിയേഷൻ എന്ന് പറയുന്നതിന്റെ വില മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ഒരു വില മനസ്സിലാക്കി ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് കൂടിയിട്ട്. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യലി വളരെ ഉയരത്തിലേക്ക് എത്താൻ പറ്റുന്ന സാധ്യതകളുള്ള ഒരു മാസമാണ് ഈ ഒരു മാസം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ട്, എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് ഈവൻ യൂട്യൂബ് ചാനൽ ആയാലും മതി, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് സ്റ്റെപ്പ് എടുക്കുക, അതിനു വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജാണ്. അതിന് പറ്റിയൊരു സമയമാണ്. നല്ലൊരു സംരംഭം, സാമ്പത്തികമായിട്ട് വരുമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംരംഭം തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണ് എന്നുള്ളതാണ്. അതേപോലെ ജസ്റ്റിസ് കാർഡാണ്. നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ലീഗലായിട്ട് കോർട്ട് കേസൊക്കെ നടക്കുന്ന സമയമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയസാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് തന്നെ അനുകൂലമായിട്ടുള്ള വിധി വരാനുള്ള സാഹചര്യമാണ്. നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ അതുകൂടി എടുത്ത് പറയുന്നു. ജസ്റ്റിസ് ആണ്, കർമ്മയാണ്, സാറ്റേണിന്റെ എനർജിയാണ്, വിച്ച് മീൻസ് നിങ്ങളുടെ ഭാഗത്താണ് ന്യായവും നീതിയും എങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് അനുകൂലമായിട്ടുള്ള വിധി വരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഡിവോഴ്സിന്റെ ഒക്കെ സാഹചര്യമുണ്ട്. ചില ആളുകൾക്ക് മ്യൂച്വൽ ഡിവോഴ്സ്, രണ്ടുപേരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഡിവോഴ്സിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. എന്ത് തരത്തിലുള്ള കേസാണ് എങ്കിലും നിങ്ങളുടെ ഭാഗത്ത് ന്യായമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് അനുകൂലമായിട്ട് വിധി വരുന്നതും, അതേസമയം നിങ്ങളുടെ ഭാഗത്ത് പൂർണ്ണമായിട്ടും ന്യായമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് പൂർണ്ണമായിട്ടും തെറ്റാണ് ഉള്ളത്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് ഒരു ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റ് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സാറ്റേണിന്റെ ഒരു എനർജി ഉള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ലവേഴ്സ് എനർജി ആണ്. പ്രണയവും പ്രണയ സാക്ഷാത്കാരവും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ പറയാനുള്ള മറ്റൊന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ആളുകളുണ്ട്. നിങ്ങളുടെ ഫാമിലി ആവാം, മറ്റാരെങ്കിലും ആവാം. പക്ഷേ നിങ്ങളുടെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ നമുക്ക് സപ്പോർട്ട് കിട്ടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ തിരിഞ്ഞു നോക്കാതെ നിങ്ങളെ സ്നേഹിക്കാത്ത, അപ്രീഷിയേറ്റ് ചെയ്യാത്ത ആളുകളിൽ നിന്ന് സ്നേഹം, അപ്രീസിയേഷൻ ഇതൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ സ്നേഹിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നവരോട് തിരിച്ചത് കൊടുക്കാതിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒരു തീരെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ സ്നേഹം അർഹിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം മറ്റുള്ളവർ, നിങ്ങളെ സ്നേഹിക്കാത്തവരുടെ പുറകെ പോകുമ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നവരോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി അത് അപ്രീഷിയേറ്റ് ചെയ്ത് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവരോട് പ്രകടിപ്പിക്കുകയും അത് മനസ്സിലാക്കി നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക എങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷപ്രദമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. നൈറ്റ് ഫോൺസ് എനർജിയാണ്. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സമയമാണ്. കുടുംബത്തോടൊപ്പം യാത്രകൾ ചെയ്യാൻ പറ്റിയ സമയമാണ്. കുടുംബത്തോടൊപ്പം ഉല്ലസിച്ച് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളോടൊപ്പം ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അവരുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും ഒരുമിച്ച് ചേർത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് കൂടി എടുത്ത് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏത് ദേവതയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ദേവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നുള്ളത് കൂടിയിട്ട് നമുക്ക് നോക്കാം.
ലക്ഷ്മി ദേവിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ലക്ഷ്മി ദേവി ആരാധിക്കുക. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഉണ്ട് എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മഹാദേവൻ അല്ലെങ്കിൽ പാർവതി സമേതനായിട്ടുള്ള ശിവൻ, മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും അല്ലെങ്കിൽ ലക്ഷ്മി ദേവി സമേതനായിട്ടുള്ള മഹാവിഷ്ണുവിന്റെയും കഥകൾ കേൾക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ജീവിതത്തിൽ കാണിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു സമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തികം എന്നുള്ള രീതിയിലാണ് ചില ആളുകൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എന്നുള്ളത് സാമ്പത്തികം എന്നുള്ള ലെവലിൽ മാത്രം കാണുന്നുണ്ട്. ആ ഒരു രീതിയിലല്ല. ലക്ഷ്മി സഹസ്രനാമം ജപിക്കുന്നത് നല്ലതായിരിക്കും. സമൃദ്ധി എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യവും സമൃദ്ധിയാണ്. അപ്പോൾ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ, ജോലിയിൽ പ്രശ്നങ്ങളില്ലാതെ, ആയുസ്, ആരോഗ്യം, അതുപോലെ കുടുംബ അന്തരീക്ഷമുള്ള സമാധാനവും സ്വസ്ഥയും ഇതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയെ ആരാധിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.